ഇന്ന് കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലീൻ്റെ അപ്പുറം ഒരു കൊട്ടിയൂർ യാത്ര നോക്കി കാണാം. കൊട്ടിയൂരപ്പുറം മനസ്സിൽ ധ്യാനിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിട്ടോ. നമ്മൾ വണ്ടി വിടുമ്പോൾ തന്നെ 9:30 കഴിഞ്ഞിനി. അപ്പോൾ അടത്തും എന്തായാലും ഉച്ച കഴിയാണ്ട് നമ്മൾ അടത്തൂല, നല്ല ഉറപ്പുണ്ടായിന്. അപ്പോൾ വിബിയേട്ടനൊരു ചാറ്റിങ് കൊടുത്തിട്ട് നമ്മളെ യാത്ര പുറപ്പെട്ടു കേട്ടോ. ജിത്താണ് നമ്മൾ ഡ്രൈവറായിട്ടുണ്ടായിന്. ഒന്നും നോക്കണ്ട, നല്ല പെർഫെക്റ്റ് ഡ്രൈവറാണ്. ആദ്യത്തെ പാട്ട് കൊട്ടിയൂരപ്പൻ്റെ പാട്ടിനെ വെക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പാട്ടും വെച്ചിട്ട് നമ്മളെ യാത്ര തുടർന്നു കേട്ടോ. ഇരുട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ വണ്ടി റിസർവായിട്ടാണ്. അതേപോലെ തന്നെ നമ്മി റിസർവായി. പൈച്ച് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയുണ്ടായി. ഒന്നും നോക്കിയിട്ടോ, ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കിയുള്ള യാത്ര പറഞ്ഞു. അവിടെ കണ്ടുതന്നെ ഒരു വനിതാ തട്ടുകടയിൽ വണ്ടി സൈഡാക്കി. ആദ്യം തന്നെ ഞാൻ നല്ല പുട്ടും കടലക്കറിക്ക് ഓർഡർ കൊടുത്തുട്ടോ. ബാക്കി എല്ലാവരും പൊറോട്ട മണിക്കുമ്പോഴത്തേനും എനിക്ക് കാര്യം മനസ്സിലാകും. പൊറോട്ട മേടിച്ചാൽ മതിയായിരുന്നു. പൊറോട്ട വന്നാൽ ഞാൻ കുറേ നേരത്തേക്ക് വിശക്കില്ല. രണ്ടാമതിന് മാറ്റാനും കഴിയില്ല. ഇളയ ഫ്രണ്ടെ നോക്കിയിട്ട് ഒരേ ചിരിയിട്ടാണ്. നമ്മളെ വിശപ്പെല്ലാം നമ്മൾ മാറ്റി. പാവം വണ്ടീൻ്റെ കാര്യം നമ്മൾ നോക്കണ്ടേ. അടുത്ത കണ്ട പമ്പിൽ നിർത്തിയിട്ട് ഡീസൽ അടിച്ചു കിട്ടാം. അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടു. കൊട്ടിയൂർ യാത്ര എന്തായാലും നമുക്കൊരു ബ്ലോക്കില്ലാണ്ട് അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പക്ഷേ അവസാനത്തെ സമയമായതുകൊണ്ട് ചെറിയ ചെറിയ ബ്ലോക്ക് മാത്രമേ ഉണ്ടായിട്ടു കേട്ടോ. നമ്മളിവിടെ എത്തിയിട്ടാ. നല്ല മഴ, അടിപൊളി. ഹോട്ടലെടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇറങ്ങിയിട്ടൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിലെല്ലാം കുറേ സമയം നടന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. നല്ല കുത്തൊഴുക്കുള്ള സമയമായതുകൊണ്ട് ആഴം കുറഞ്ഞ സ്ഥലം പെരുത്തി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ ചാലിൽ 2 കല്ലെടുത്ത് ഇങ്ങനെ ഉരച്ചിട്ട് അതാണ് ഇവിടുന്ന് കുറിയായിട്ട് വലിക്കൽ കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കും ഓരോരോ നിറ കിട്ടൽ. എനിക്ക് കിട്ടിയത് ഭസ്മത്തിൻ്റെ കളറായിരുന്നു. കുളിച്ച് നല്ല ശുദ്ധിയായിട്ട് നമ്മൾ പോയതാണ്. ഓക്കെ, പോയ വഴിയുണ്ടോ? ഇതിലെ പോയാൽ തന്നെ അടുത്തേക്ക് എത്തി ആദ്യം കുളിക്കണം. പക്ഷെ ക്യൂവിനെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. ക്യൂ അപ്പുറം സൈഡിലുണ്ട്. പക്ഷേ എവിടുന്നാണ് അതിൽ കൂടേണ്ടത് നമുക്കൊരു പിടുത്തവും കിട്ടിയിട്ടാണ്. കണ്ടോ, ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെ വേറെ തന്നെ നോക്കുന്നുണ്ട്.
നമ്മ വേറെന്തോ VIP എന്നാണെന്ന് അവർ വിചാരിക്കും. പക്ഷെ വയ്യറിയാണ്ട് പോയതെന്നുള്ള സത്യം നമുക്കെല്ലാം അറിയും. അങ്ങനെ ഒരു VIP പരിഗണനയോടെ നമ്മ അടുത്തേക്ക് എത്തിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു ഭാഗ്യം കൊണ്ടാണ് ക്യൂ നിൽക്കാണ്ട് അടുത്തേക്ക് എത്താൻ പറ്റും. അത്രയും ക്യൂ ആടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തേന്ന് ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് നമ്മൾ അടുത്തേക്ക് എത്തിയിട്ടാണ്. കണ്ട തിരക്കണ്ട, ഇതാണ് അടുത്ത അവസ്ഥ ഉണ്ടായത്. അങ്ങനെ ക്യൂ നിന്നത് ഓപ്പണാക്കി വരേണ്ട ഒരു തിരക്കിലാണ് കേട്ടോ പോലീസുകാരും അടുത്ത വളണ്ടിയേഴ്സെല്ലാം. കണ്ടോ ഉപ്പില്ല അവസ്ഥയും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അവസ്ഥ നിങ്ങൾ കണ്ടോ. ഇത്രയും വലിയ ക്യൂവിൽ എങ്ങനെ കയറുന്ന ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് പരിചയമുള്ള ഒരാളെ കണ്ടു കിട്ടാം. വളണ്ടിയേഴ്സിനോട് സംസാരിച്ചിട്ട് അവരെ നമ്മൾ നേരെ അതിനുള്ളിലേക്ക് കയറ്റി. അങ്ങനെ ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങിയിട്ടോ. നമ്മളെ കൊട്ടിയൂർ യാത്ര ഇന്നത്തെ അവസാനിക്കുന്നത് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോലായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.